ഹലോ ഗൈസ്, ഒരു മാസത്തിന് ശേഷം മല്ലു ബിഗിനേഴ്സ് ഗൈഡിലേക്ക് വീണ്ടും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ സോറി ആൻഡ് താങ്ക് യു. സോറി എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് എനിക്ക് അപ്ഡേറ്റ് തരാൻ പറ്റാത്തതിനൊരു സോറി. ബട്ട് റെഗുലർ അപ്ഡേറ്റ് തരാഞ്ഞിട്ടും എൻ്റെ കൂടെ ഇപ്പോഴും എൻ്റെ കൂടെ ഫോളോ ചെയ്ത് ഈ ചാനൽ ഫോളോ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുന്ന ഒരു 10 പേരെങ്കിൽ 10 പേര്, അല്ലെങ്കിൽ 100 പേരെങ്കിൽ 100 പേര്. സോ അവർക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം നമ്മൾ കൺസിസ്റ്റൻ്റ് അല്ലാഞ്ഞിട്ടും നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡൗട്ട്സ് കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കുന്നുണ്ട്. സോ അവർക്കൊക്കെ കൂടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം ഇനി വരുന്ന ഡേയ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് പേഴ്സണൽ ലൈഫും പേഴ്സണൽ കാര്യങ്ങളും അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടും ഭയങ്കര ബിസി ആയി പോയിരുന്നു. ഈവൻ എനിക്ക് പോലും മാർക്കറ്റിനെ കുറിച്ച് ഒട്ടും അപ്ഡേറ്റ് ആവാൻ പറ്റാതായി പോയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. നമുക്കൊരു ഇൻസഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ചുമ്മാ വന്ന് എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. ബട്ട് ഗോയിങ് ഫോർവേഡ് ഇനി അതുണ്ടാവില്ല. നല്ല രീതിയിൽ അപ്ഡേറ്റ്സ് ആയിട്ട് തരാൻ ശ്രമിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ടെക്നോളജി, നമുക്കറിയാം നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഡീപ്പിൻ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയെ കുറിച്ച് പറയാനാണ്. ക്രിപ്റ്റോയിൽ നമുക്കറിയാം ടെക്നോളജീസ് ഒന്നും ഒട്ടും പഞ്ചമില്ല. ഓരോ സമയത്ത് ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നോളജീസ് ആണ്. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഓരോ കാര്യങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പം അടുത്തൊരു നെക്സ്റ്റ് 2 to 3 ഇയേഴ്സിൽ നല്ല രീതിയിലൊരു സ്കോപ്പ് കാണുന്ന ഒരു ടെക്നോളജിയാണ് ഡീപ്പിൻ എന്ന് പറയുന്നത്. ഒരു പുതിയ ടെക്നോളജി ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് 2020 ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്ട്സ് ഒക്കെ നല്ല രീതിയിൽ ബൂം ആയിരുന്നു. അതിനുശേഷം ചെറിയ രീതിയിൽ അത് ഫെയ്ഡായി, ആ ടെക്നോളജി ഫെയ്ഡായി പോയി. ബട്ട് സ്റ്റിൽ ഇപ്പം അത് തിരിച്ചു വന്നിട്ടുണ്ട്, പുതിയ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കറിയാം, പണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഹീലിയത്തെക്കുറിച്ചൊക്കെ വീഡിയോ ഉണ്ട്. സോ അതൊക്കെ ഏകദേശം ഈ ഒരു റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ടെക്നോളജിയാണ്, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ടെക്നോളജിയാണ്. സോ എന്താണ് ഡീപ്പിൻ എന്ന് പറയാം. ഡീപ്പിൻ എന്ന് പറയുകയാണെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക്സ് എന്നാണ് പറയാം. സോ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കറിയാം, ഏതൊരു ബിൽഡിംഗ് കെട്ടാണെങ്കിലും ഒരു സ്കൂളാണെങ്കിലും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നോക്കും. ചുറ്റും പരിസരങ്ങളും അതിൻ്റെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും വഴികളും പോക്കും ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ട്രാവൽ പോലും നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. പവർ കൊടുക്കണം, ഒരു ബിൽഡിംഗ് കെട്ടണമെങ്കിൽ കറണ്ട്, അതിനുള്ള ആക്സസ്, ഇതെല്ലാം ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കേസായിട്ട് വരും. അതുപോലെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഡീസെൻട്രലൈസ് എന്ന് പറയുകയാണെങ്കിലും അതിനകത്ത് യൂസ് ചെയ്യുന്ന പല ടെക്നോളജീസും ഒരു തരത്തിൽ സെൻട്രലൈസ്ഡ് ആണ്. സോ അതില്ലാണ്ട് അതും ഡീസെൻട്രലൈസ്ഡ് ആക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് ഈ ഡീപ്പിൻ എന്ന് പറയുന്നത്. അപ്പം റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ടെക്നോളജിയുടെ ഓവർവ്യൂവും ഈ ടെക്നോളജിയിൽ നല്ല രീതിയിലൊരു പൊട്ടൻഷ്യൽ കാണുന്ന കുറച്ച് പ്രൊജക്ട്സുമായി, എൻ്റെ ഒരു അഭിപ്രായമാണ്, നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു അനാലിസിസ് എന്നുള്ള രീതിയിൽ മാത്രം കാണുക, അല്ലാണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് കാണരുത്. അപ്പം ഡീപ്പിൻ ഞാൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണെങ്കിൽ, നമ്മുടെ റിയൽ ലൈഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണെങ്കിൽ, ഇപ്പം നമ്മളെല്ലാവരും വൈഫൈയും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഇരിക്കുകയാണെങ്കിൽ ഇപ്പം അവൻ്റെ ഇൻ്റർനെറ്റ് അല്ല അവരുടെ ഇൻ്റർനെറ്റോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഹോട്ട്സ്പോട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അവർ ഇൻ്റർനെറ്റ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഹോട്ട്സ്പോട്ട് ഓപ്പൺ ചെയ്യും, അവരത് നമ്മുടെ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്ത് അവരത് ആക്സസ് ചെയ്യും. സോ ഇതുപോലെ ഷെയർ ചെയ്തിട്ട് കുറച്ച് സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കുറച്ച് ആൾക്കാർക്കോ നമുക്ക് വരുന്ന എക്സസ് ഇൻ്റർനെറ്റ് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് നമുക്ക് അതിനൊരു ഇൻസെൻറ്റീവ് ആയിട്ട് കിട്ടുക. സോ ഇങ്ങനെ ഒരു സംഭവത്തെ ഒരു ഡീസെൻട്രലൈസേഷൻ ബ്ലോക്ക് ചെയിൻ എല്ലാം യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടിയാണ് ഡീപ്പിൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഇൻ്റർനെറ്റ് എന്നുള്ളത് ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇനി ഇതല്ലാണ്ട് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഒരു 1 TB ഹാർഡ് ഡിസ്ക് ഫ്രീ ആയി കിടക്കുന്ന ഒരു 500 GB നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് സ്പേസ് എന്നുള്ളത് കൊടുക്കാം. അത് സ്റ്റോറേജ് സ്പേസ് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മളിപ്പം ജിമെയിൽ പോലുള്ള ഗൂഗിൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. പിന്നെ കുറേ പേർക്ക് അറിയായിരിക്കും ടെറാബോക്സ് എന്നൊക്കെ പറഞ്ഞ സംഭവം, എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. സോ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ക്ലൗഡ് സ്റ്റോറേജ് ആണ്. അപ്പം നമ്മൾ ഈ സംഭവങ്ങൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എക്സ്ട്രാ നമ്മുടെ മെമ്മറി ഫുൾ ആവുകയാണെങ്കിൽ നമ്മൾ ക്ലൗഡ് സ്റ്റോറേജിൽ മേ ബി മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നമ്മൾ ഒരു റെൻറ്റ് കൊടുത്ത് നമ്മൾ ആ സ്പേസ് വാങ്ങും, നമ്മുടെ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഗൂഗിൾ പോലുള്ള സംഭവങ്ങൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഒരു സെൻട്രലൈസ്ഡ് ആണ്. പക്ഷേ അതേ സംഭവം ഇവിടെ ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ലാപ്പിൽ ഒരു കുറച്ച് സ്പേസ് ഉണ്ട്, അതുപോലെ വേറെ ഫ്രണ്ട്സിൻ്റെ ഉണ്ട്. അങ്ങനെ ഓരോ ആൾക്കാരുടെ സ്പേസ് എല്ലാം കൂടി നമ്മൾ തേർഡ് പാർട്ടിയിലേക്ക് കൊടുക്കാണ്ട് മിക്സഡ് ആയിട്ട് മീൻസ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് പല ആൾക്കാരിൽ നിന്ന് സ്പേസ് യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ അവിടെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ സ്പേസിലേക്ക് ആയിരിക്കില്ല പോകുന്നുണ്ടാവുക. അത് ഓരോരോ ഷാർഡായിട്ട് ഓരോരോ പീസായിട്ട് ഓരോ ആൾക്കാരിലേയും പോകും. അതൊരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മീൻസ് അങ്ങനെ രീതിയിലായിരിക്കും അത് പോകുന്നുണ്ടാവുക. സോ അത് ഭയങ്കര സെക്യൂർ ആയിരിക്കും, ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും. സോ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ ആരെങ്കിലും എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനെങ്കിലൊക്കെ നമുക്ക് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയോട് കൂടി യൂസ് ചെയ്യാം. ഇത് പറയുമ്പം ഒരുപാട് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്, പ്രൈവസി കൺസേൺസ് എന്നൊക്കെ പറയും. പക്ഷേ ഇതെല്ലാം നോക്കിയിട്ടാണ് ഇവർ ബ്ലോക്ക് ചെയിൻ ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സോളാർ. ഇപ്പോൾ എത്ര പേര് വീട്ടിൽ സോളാർ ഉണ്ടെന്ന് അറിയില്ല. സോളാറിൽ പലതരം പാക്കേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പവർ ഉൽപ്പാദിപ്പിച്ചിട്ട് നമുക്ക് KCBക്ക് കൊടുത്ത് നമുക്ക് അതിന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. സോ ആ ഒരു കോൺസെപ്റ്റ് പോലെ തന്നെയാണ് ഈ ഒരു സംഭവം ഡീപ്പിൻ വർക്ക് ആവുന്നത്. ഇപ്പം ഇത് ഓരോ സെക്ടറിനും ഓരോ സംഭവങ്ങളാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം വൈഫൈയുടെ കേസ് പറയുകയാണെങ്കിൽ അതിനൊരു പ്രൊജക്റ്റാണ്. സോ അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങളുടെ വൈഫൈ ആക്സസ് കുറച്ച് അവർക്ക് കൊടുക്കുക. അവർ കൊടുക്കുമ്പോൾ അവരത് യൂസ് ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് അവരുടെ ടോക്കൺ, ആ ഒരു പ്രൊജക്റ്റിൻ്റെ ടോക്കൺ നിങ്ങൾക്ക് ഇൻസെൻറ്റീവായി കിട്ടും. അതുപോലെ തന്നെ ഇപ്പം വേറെന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ വൈഫൈ പറഞ്ഞു, അതുപോലെ തന്നെ ഗൂഗിൾ മാപ്സിൽ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ VPN നമുക്കറിയാം, നമുക്കറിയാമല്ലോ എല്ലാവർക്കും VPN എന്താണെന്ന് എല്ലാവർക്കും അറിയാം പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ആ VPN ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ വേറെ സിംഗപ്പൂരോ അമേരിക്കയിലൊക്കെ പോകും. പക്ഷേ അത് നമ്മളാണ് എന്നുള്ളത് ആ VPN ഓണർക്ക്, അവർക്ക് സെൻട്രലൈസ്ഡ് അതോറിറ്റിക്ക് അറിയാം. പക്ഷെ അതുപോലെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, അങ്ങനത്തെ പ്രൊജക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നോട്ട്സ് കണക്ട് ചെയ്യുന്നത്, വൈഫൈ കണക്ട് ചെയ്യുന്നത്, പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ പ്രൊജക്ട്സ് ആണ് വരുന്നത്. സോ ഇതെല്ലാം ഓരോരോ ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് ആണ്. നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ടോക്കണായിട്ട് കിട്ടുന്നുണ്ട്, നമുക്ക് അവരുടെ ടോക്കണായിട്ട് റിവാർഡും കിട്ടും. സോ അതാണ് ഈ ഡീപിന്നിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. സോ അത് അങ്ങനെയാണ് ഡീപിൻ യൂസ് ചെയ്യാന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലായി. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു റോഡിൽ നമ്മുടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി, ആ റോഡിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്തുള്ള റോഡ് സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മളൊരു ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. ആ പ്രൊജക്റ്റ് ഇങ്ങനത്തെ സംഭവം ചെയ്യുന്ന ഒരാളായിരിക്കും, റോഡും അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണെന്ന് വിശ്വസിക്കുക. ഇത് ശരിക്കും നടക്കുമെന്നല്ല, മീൻസ് എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള റോഡ് ശരിയാക്കാൻ വേണ്ടി ഒരു പ്രൊജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റിൽ പോകുമ്പോൾ അതിൽ താല്പര്യമുള്ളവരെല്ലാം അതിനകത്ത് ഷെയർ ചെയ്യും. അപ്പോൾ ആ പ്രൊജക്റ്റ് ഏതൊക്കെ രീതിയിൽ പോകും, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് അങ്ങനെയാണല്ലോ, റോഡിനും ഗതാഗതത്തിനൊക്കെ പണ്ട് പോകുന്നുണ്ടല്ലോ. സോ അതില്ലാതിരിക്കാൻ ഒരു എമൗണ്ട് നമ്മൾ വരും, ഇത്ര രൂപയാണ് ഈ റോഡ് ശരിയാക്കാൻ എന്ന് പറയും. അത് ഘട്ടം ഘട്ടമായിട്ട് ഈ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ബ്ലോക്ക് ചെയിൻ വഴി തന്നെ ഓരോ സെക്ഷനിലേക്ക് അവർ ഇത്ര പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത്ര പണി കഴിഞ്ഞാൽ ഇത്ര ഫണ്ട് അവർക്ക് തിരിച്ചു കിട്ടും. സോ എല്ലാം പ്രോഗ്രാമാറ്റിക് ആയിട്ട് അതെല്ലാവർക്കും അറിയാൻ പറ്റും, എങ്ങടാ പോവാന്ന് അറിയാം. സോ ഭയങ്കരമായിട്ട് ഉടായ്പ പറ്റില്ല, ഭയങ്കരമായിട്ട് ഡീസെൻട്രലൈസ്ഡ് ആണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രൊജക്ട്സ് ആണ് DePIN എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 3.3 ട്രില്യന് മേലെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരും എന്ന് പറയാൻ കാരണം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ലാസ്റ്റ് ബുൾ മാർക്കറ്റ് കഴിഞ്ഞ് ബിയർ മാർക്കറ്റിലേക്ക് പോയപ്പോൾ ഒരുപാട് ടോക്കൺസ്, എല്ലാ ടോക്കൺസും എല്ലാ കാറ്റഗറിയും നല്ല രീതിയിൽ അടി വാങ്ങിയിരുന്നു. ഈ ടോക്കണും അടി വാങ്ങി, ഈ ഒരു കാറ്റഗറിയിലുള്ള ക്രിപ്റ്റോസും വാങ്ങിയിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റുള്ള പ്രൊജക്ട്സിനെക്കാട്ടിലും കുറവായിട്ടാണ് ഈ ഒരു ഫോളോ വന്നത്. ഏകദേശം മറ്റേതെല്ലാം 60-75% ഡൗൺ ആയപ്പോൾ ഇതൊരു 30-35 റേഞ്ചിലേക്കാണ് ഡൗൺ ആയിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതിന് അത്ര യൂട്ടിലിറ്റി ഉണ്ട്, റിയൽ വേൾഡിൽ യൂട്ടിലിറ്റി ഉള്ള ഒരു സംഭവമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. സോ ഡീസെൻട്രലൈസേഷൻ നമുക്കറിയാം, AI എല്ലാം ഭയങ്കരമായിട്ട് സ്കോപ്പ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. സോ അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആയിട്ടാണ് DePIN എന്നുള്ള സംഭവം മനസ്സിലാക്കുന്നത്. ഇനി ഇതിന് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ടോക്കൺസ് പറയാം. സോ ഞാൻ പറയുന്നത് ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ്മെന്റ് അല്ല, ബട്ട് സ്റ്റിൽ യു ക്യാൻ കൺസിഡർ അബൌട്ട് ദിസ്. അതിൽ ഒന്നാമത്തെ ടോക്കൺ എന്ന് പറയുന്നത് ഓർക്കിഡ് പ്രോട്ടോകോൾ എന്ന് പറയും. സോ OXT എന്നാണ് ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ് ദ ഫ്യൂച്ചർ, പവർ ഓഫ് Web3 വെച്ചിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ VPN സെറ്റപ്പ്. നമുക്ക് എങ്ങനെയാണ് സംഭവം, ഒരു ആക്സസ് ഇല്ലാണ്ട് VPN സംഭവങ്ങളെല്ലാം ഈ ഒരു സംഭവം വഴി തന്നെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. മീൻസ് മറ്റുള്ള ഉടായ്പ VPNs അല്ലാണ്ട് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ് ആയിട്ട് നമ്മുടെ ഐഡന്റിറ്റി അനോണിമസ് ആയിട്ട് തന്നെ അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓർക്കിഡ് പ്രോട്ടോകോൾസ്. ഇത് നല്ല രീതിയിലൊരു പൊട്ടൻഷ്യൽ കാണുന്ന ഒരു ടോക്കൺ ആണ്. പിന്നെ ഒന്ന് ഹൈവ് മാപ്പർ എന്ന് പറയും, ഹണി എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇത് ഗൂഗിൾ മാപ്പാണ്. ഇപ്പോൾ നമ്മൾ ഡാഷ് ക്യാംസ് ഒക്കെ നമ്മുടെ ഫോണിലും കാറിലൊക്കെ വെക്കില്ലേ. സോ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഈ സ്ഥലത്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് നമ്മൾ ആ ഒരു ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രൈസ്, അതായത് നെക്സ്റ്റ് ഒരാൾക്ക് വരും ആ റൂട്ട് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് നമുക്കൊരു ഇൻസെൻറ്റീവ്, നമ്മൾ അറിയാത്തൊരു സ്ഥലത്തോട്ട് പോവുകയാണ്, ട്രാവൽ ചെയ്യാണ്. അപ്പം നമ്മൾ ഈ ഒരു മാപ്പ് വെച്ച് നമ്മൾ ഇതിൻ്റെ ഓരോ ജോയിൻസ് ഒക്കെ ഡാഷ് ക്യാമിൽ റെക്കോർഡ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിൽ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്ന് അതിൽ യൂസ് ചെയ്യുന്ന അടുത്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം അവിടുത്തെ ആൾക്കാർക്ക്. സോ അതിന് നമുക്കൊരു തരം ഇൻസെൻറ്റീവ്സ് കിട്ടും. അതാണ് ഈ ഒരു ഹൈവ് മാപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത്രയും സ്ഥലങ്ങളിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതൊക്കെ ടെക്നിക്കലി സൈഡ് പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നമ്മളിത് പറഞ്ഞാലും ചിലപ്പോൾ അതിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ലേ നമുക്ക് ഡൗട്ട് വരും. പക്ഷെ ഇതെല്ലാം നടക്കുന്നുണ്ട്, പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും മാപ്പ് ഓൾറെഡി ഇത്രയും കിലോമീറ്റേഴ്സ് മാപ്പ് ആയിട്ടുണ്ട്. 238 മില്യൺ കിലോമീറ്റേഴ്സ് ഓൾറെഡി മാപ്ഡ് ആണ്. സോ വിച്ച് മീൻസ് ഇറ്റ് ഈസ് വർക്കിംഗ്. പിന്നെയുള്ളത് പറഞ്ഞാൽ നോഡിൽ നെറ്റ്വർക്ക് എന്ന് പറയും. നമ്മുടെ വൈഫൈസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഡിജിറ്റൽ ട്രസ്റ്റ് വർക്ക് ഫോർ സോഷ്യൽ ഗുഡ്. ഇതെന്താണെന്ന് വെച്ചാൽ നോഡിൽ നെറ്റ്വർക്ക് കണക്ട്സ് ദ വേൾഡ് ബൈ യൂസിങ് സ്മാർട്ട് ഫോൺ ആസ് നോഡ്. അതായത് നിങ്ങളുടെ ഫോണിൽ ഈ സംഭവം ആപ്പ് നോഡ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരും എല്ലാവർക്കും ഈ ഒരു ആപ്പ് വെച്ച് കണക്ട് ചെയ്ത് എല്ലാവർക്കും യൂസ് ചെയ്യും. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന പോലെ നോട്ട്സ് ആയിട്ട് കണക്ട് ചെയ്യും. നമ്മുടെ ഫോൺ ഒരു നോഡായിട്ട് ആക്ട് ചെയ്യും. സോ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഇതായിട്ട് വരും. സോ ഇതെല്ലാം ഒരു ഓവർവ്യൂ മാത്രമാണ്. അപ്പം ന്യൂഡിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ടോക്കൺ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പിന്നെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പമ്പായ ഒരു ടോക്കണാണ് ആകാശ് നെറ്റ്വർക്ക്. ഇവരെന്താണെന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും കൂടുതൽ പ്രൊമൈൻ ക്ലൗഡ് സ്റ്റോറേജും അങ്ങനത്തെ സംഭവങ്ങൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡീസെൻട്രലൈസ്ഡ് പവർ ഇല്ലേ, നമ്മളെന്താ പറയുക കമ്പ്യൂട്ടിംഗ് സോഴ്സ്. ഇപ്പോൾ ഒരാൾക്ക് മൈൻഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അതിനുള്ള സോഴ്സൊക്കെ കൊടുക്കുന്ന ഒരു ഭയങ്കരമായിട്ട് റിയൽ വേൾഡ് യൂട്ടിലിറ്റി ഉള്ള അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് ആകാശ് നെറ്റ്വർക്ക്. ഇത് ആക്ച്വലി ഞാൻ ബിയർ മാർക്കറ്റിൽ ചെയ്യായിരുന്നെങ്കിൽ ഏകദേശം $1 താഴേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. പിന്നെയുള്ളത് സിയ കോയിൻ ആണ്. ഇത് സ്റ്റിൽ SCA പറഞ്ഞത് ഏകദേശം 0.005 കിടക്കുന്നത്. സോ സിയ കോയിൻ എന്താ ചെയ്യാൻ വെച്ചാൽ ക്രിപ്റ്റോഗ്രഫി ഹാസ് അൺലീഷ് ദ ലാറ്റന്റ് പവർ ഓഫ് ഇന്റർനെറ്റ് ബൈ എനേബിളിംഗ് ഇന്ററാക്ഷൻസ് മ്യൂച്വലി ഡിസ്ട്രാക്ടിംഗ് പാസ്. ലൈക്ക് എന്താ വെച്ചാൽ ക്ലൗഡ് സ്റ്റോറേജ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ എക്സ്ട്രാ മെമ്മറി വാങ്ങി
ചെയ്യണ പോലെ ഈ സിയ കോയിൻ ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കാണിക്കുന്നത്. ബയേഴ്സിനും സെല്ലേഴ്സിനും ഡയറക്റ്റ് ആയിട്ട് അപ്പം നമ്മുടെ സ്പേസ് കൊടുത്തിട്ട് നമ്മുടെ സ്പേസ് അവൈലബിൾ ആണെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് സിയ കോയിൻ എന്ന് പറയുന്നത്. പിന്നെ വൈഫൈ, പേര് കേട്ടാൽ തന്നെ അറിയാം വൈഫൈ മാപ്പാണ് നമ്മുടെ കണക്ഷൻസ്, നമ്മുടെ കമ്മ്യൂണിറ്റി ഡ്രിവൺ നെറ്റ്വർക്ക്, നമ്മുടെ സോഴ്സ്, നമ്മുടെ എക്കണോമി, നമ്മുടെ ഈ സംഭവങ്ങൾ നമ്മുടെ നെറ്റ്വർക്ക് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇൻകം ഉണ്ടാക്കിയത്. ഒരുപാട് പേര് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ എത്രയോ മില്യൺ ആൾക്കാരാണ് ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇവരുടെ സോഷ്യൽ മീഡിയ നോക്കട്ടെ, ഞാൻ അറിഞ്ഞത് നല്ല ഭയങ്കരമായിട്ടൊരു ഫോളോവേഴ്സ് ഉള്ളൊരു പേരാണ് കേട്ടോ. 86.1K ആണ്. മീൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഇവരുടെ ആപ്പിൽ നല്ല രീതിയിലൊരു ഡൗൺലോഡ്സ് ഞാൻ കണ്ടിരുന്നു ഈ ഒരു ടോക്കണ്. ഞാൻ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കി, ഈ ഒരു ടോക്കൺ അടിപൊളിയാണെന്ന് അറിയാം, പക്ഷേ ഇതിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ അവരെ കോർഡിനേറ്റ് ചെയ്ത് ഇവരായിട്ട് കോൺടാക്ട് വെച്ച സമയത്ത് അവർ പറഞ്ഞു നമുക്ക് ഭയങ്കര മില്യൺ യൂസേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ്. സോ അതുകൊണ്ടും പിന്നെ ഇതിൻ്റെ യൂട്ടിലിറ്റി, ഓഫ്കോഴ്സ് ഇതിൻ്റെ യൂട്ടിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഇൻ കാറ്റഗറി എന്ന് പറഞ്ഞ കോയിൻ്റെ ഈ ഒരു സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കും. ഇതെല്ലാം ഡീപ്പ് ഇന്നകത്ത് വരുന്ന ടോക്കൺസ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് സോർട്ട് ഔട്ട് ചെയ്യാം. ഇതിപ്പം ഹൈ ടു ലോ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറവുള്ള മാർക്കറ്റ് ക്യാപ്പ് ടോക്കൺസ് നിങ്ങൾക്ക് ഇപ്പോൾ ഹൈ ആണ്, ഇപ്പോൾ ഏറ്റവും കുറവുള്ള മാർക്കറ്റ് ക്യാപ്പ് കാണും. സോ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ച് ടോക്കൺസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, മാർക്കറ്റ് ക്യാപ്പ് അറിയാലോ 3.5 ട്രില്യൺ എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ പങ്കാവും. സോ അതിനകത്ത് കുഴപ്പമില്ലാത്തൊരു ടോക്കൺ ഏതാണ്, ഇവരുടെ കമ്മ്യൂണിറ്റി ഏതാണെന്നൊക്കെ നോക്കിയിട്ട് സ്വന്തമായിട്ട് റിസർച്ച് നടത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതാണ് ഈ ഒരു ഡീപ്പിൻ എന്ന് പറഞ്ഞ സംഭവം, ഈ ടെക്നോളജിയെക്കുറിച്ചും അതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ടോക്കണെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. സോ ഹോപ്പ്ഫുള്ളി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത് ഒരു ടോക്കണിൻ്റെ ഒരു പേജ് ആട്ടോ, ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ കാര്യമില്ല, ഞാൻ പറഞ്ഞതാണ് സംഭവം. സോ ഇപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി. ഇനി തീർച്ചയായിട്ടും ഇനി സപ്പോർട്ട് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും വീഡിയോ നമുക്ക് മാക്സിമം ആഴ്ചയിലോ അല്ലെങ്കിൽ ദിവസങ്ങളൊക്കെ എല്ലാ ദിവസങ്ങളിലും ചെയ്യാൻ പറ്റുന്ന പോലെ ട്രൈ ചെയ്യാം. വേറെ നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.